ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഡോക്ടർ ജമീല മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ പേര് മായ. ഞാനിപ്പോൾ റീസെൻ്റ്ലി PhD അവാർഡ് ചെയ്ത ഒരു സ്കോളറാണ്. ഇപ്പോൾ സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. നമ്മളിവിടെ രാവിലെ തൊട്ട് കേട്ട ഓരോ ഡിസ്കഷനകത്തും എല്ലാവരും സംസാരിച്ചത് ഈക്വൽ ഇക്വാളിറ്റിയെക്കുറിച്ചും അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്ത ഏരിയയിൽ നിന്നുകൊണ്ട് ഞാൻ ബിലോങ്ങിങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഐ എ ദലിത് വിമൻ, ഐ എ ദലിത് ഡിസബിലിറ്റി വിമൻ. അപ്പം ഞാൻ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വെക്കുന്നു. എല്ലാവരും തന്നെ ഇക്വാളിറ്റിയിൽ അധിഷ്ഠിതമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മൈനോറിറ്റീസിലുള്ള കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്, അവരുടെ സ്പേഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്, ലീവ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ബിക്കോസ് ലീവ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ കറക്റ്റായിട്ട് അക്കാഡമിക്കൽ ഫോർമാറ്റിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമുക്കറിയാം ഇതിൻ്റെ ഒരു വഴി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് എനിക്ക് മുന്നേ സംസാരിച്ചിരുന്ന ഒരു റിസർച്ച് സ്കോളർ ഇവിടെ കൃത്യമായി തുല്യസമത്വത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്കിലും പറയാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ടോക്കിനകത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ കാണുന്ന ഒരു കേരളത്തിനകത്ത് ജാതിയിൽ അധിഷ്ഠിതമായ, അടിമത്തത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവഹാരത്തിനകത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അവിടെ തുല്യതയ്ക്കും തുല്യമായിട്ടുള്ള റൈറ്റ്സിനും തുല്യമായിട്ടുള്ള വിഭവ സമാഹരണത്തിനും തുല്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു സൊസൈറ്റിക്കകത്ത് എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ ആ എല്ലാ റൈറ്റ്സിനും വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തുന്ന ആൾ മഹാത്മാ അയ്യൻകാളിയായിരുന്നു. കാര്യം നമ്മൾ ഇന്ന് കാണുന്ന പൊതു റോഡിലേക്കുള്ള മലയാളിയുടെ സഞ്ചാരം എന്ന് തന്നെ പറയുന്നത് മഹാത്മാ അയ്യൻകാളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹം പായിച്ചുവിട്ട വില്ലുവണ്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം, അയ്യങ്കാളീൻ്റെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾ കാണുന്നു. അറ്റ് ദ സെയിം ടൈം പൊയ്കയിലപ്പച്ചൻ്റെ ഒരു ആക്ടിവിറ്റീസിനെ കാണുന്നു. പൊയ്കയിലപ്പച്ചൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ആക്ച്വലി അതൊരു PRDS എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആണെന്നുള്ള ഭയങ്കരമായ ഡിസ്കഷനുകളൊക്കെ നടക്കുന്നൊരു സമയമാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ സ്ഥാപിച്ച ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ന് കാണുന്ന, അദ്ദേഹം സ്ഥാപിച്ച PRDSനെ ഇന്ന് കാണുന്നൊരു അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇന്ന് എവിടെയാണ് ആ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത്, അടിമത്തത്തിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥിതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നിടത്തൊന്നും മഹാത്മാ അയ്യൻകാളിയും പൊയ്കയിലപ്പച്ചനും പറയുന്നത്, നിങ്ങൾ വെള്ള വസ്ത്രങ്ങൾ ധരിക്കൂ എന്നായിരുന്നു. വെള്ള വസ്ത്രങ്ങൾ ധരിക്കൂ, നിങ്ങൾ കൃത്യമായും എങ്ങനെയാണ് ഒരു സമൂഹം ജീവിക്കുന്നത് അത്തരത്തിൽ ജീവിക്കാൻ തുടങ്ങുമെന്നായിരുന്നു. അപ്പം ഇവരെ രണ്ടുപേരെയും കുറിച്ച് സംസാരിക്കാതെ നമ്മൾക്ക് ഇക്വാളിറ്റിയെക്കുറിച്ചോ ഈക്വൽ റൈറ്റ്സിനെ കുറിച്ചോ നമ്മൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന സോഷ്യൽ മൊബിലിറ്റിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞു പോകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഡോക്ടർ BR അംബേദ്കറിലേക്ക് വന്നാൽ, അംബേദ്കർ കോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അംബേദ്കറിൻ്റെ ഒരു എക്സ്പീരിയൻസിനകത്ത് കോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം ഇന്ത്യയിൽ അപ്പാട് നടന്നുകൊണ്ട് ഓരോ കമ്മ്യൂണിറ്റികളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. ഈ കോൺവെർസേഷനകത്ത് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതിൽ, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെല്ലാം തിരക്കിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അന്ന് അവർ പറയുന്നത് അവർക്ക് സംവരണം ആവശ്യമില്ല, വളരെ ഇതിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് സംവരണം ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഫലമായിക്കൊണ്ട് കുറച്ചധികം സമൂഹങ്ങൾ ഈ സംവരണത്തിനകത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ സംവരണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും ആൾക്കാരുടെ ഒരു ധാരണയെന്ന് പറയുന്നത് റിസർവേഷൻ ഈസ് ഒരു പോവർട്ടി പ്രക്രിയയാണെന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. ആക്ച്വലി റിസർവേഷൻ എന്താണ്? കാലങ്ങളായിട്ട് ഒരു സൊസൈറ്റിക്കകത്ത് എല്ലാ തരത്തിലുമുള്ള ജാതിയും അല്ലെങ്കിൽ അവരെന്ത് സോഷ്യലായിട്ടുള്ള അനാചാരങ്ങളെയും ഫേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഈക്വൽ റെപ്രസെൻറ്റേഷൻ നൽകുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ സംവരണം നടപ്പാകുന്നത്. ഇനിയും കാസ്റ്റ് സെൻസസിനകത്തേക്ക് വരുമ്പോഴോ, നമ്മൾ കാസ്റ്റ് സെൻസസിനെ കുറിച്ചിട്ടുള്ള രൂക്ഷമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാസ്റ്റ് സെൻസസ് എന്താണ്? ലളിതമായി പറഞ്ഞാൽ, ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ എവിടെയാണ് റിസോഴ്സ് നിലനിൽക്കുന്നത്,
ഏത് സമൂഹമാണ് ഇത് കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നത്, ആ സമൂഹത്തിൻ്റെ അടുക്കൽ നിന്നും കൃത്യമായ വിവരണം ലഭിക്കുകയും അത് തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്രക്രിയയാണ് സോഷ്യൽ സെൻസസിന് അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസിനകത്തോടെ നടക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കിനകത്തേക്ക് വരാം. നിങ്ങൾക്കൊക്കെ കേരളത്തിലുള്ള ദലിത് കോളനികളെക്കുറിച്ചും ദലിതരുടെ ജീവിതത്തെക്കുറിച്ചും എത്രത്തോളം അറിവുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അത്തരം ഒരു കമ്മ്യൂണിറ്റിക്കകത്തൊന്നും വന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഇക്വാളിറ്റിയെ ബേസ് ചെയ്ത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിനകത്ത് നിലനിൽക്കുന്ന 2009-2010 ഗവൺമെൻറ് കണക്ക് പ്രകാരം നിലനിൽക്കുന്ന ദലിത് കോളനികളുടെ എണ്ണം എന്ന് പറയുന്നത് 26,198 ദലിത് കോളനികളാണ്. സർക്കാർ കണക്ക് പ്രകാരം മാത്രമാണ്. ഇനി നമ്മൾക്ക് അതിനകത്തെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കണക്കെടുക്കാം. നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്കുകൾ ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്കൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ കണക്കിൽപ്പെടാത്ത പ്രകാരം ഏകദേശം 30,000-ത്തിനടുത്തും 40,000-ത്തിനടുത്തും മിഡിൽ കോളനികൾ കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കോളനികൾ എവിടെയാണ് നിലനിൽക്കുന്നത്? നമ്മൾ ഈ കാണുന്ന അതായത് പൊതുസമൂഹങ്ങൾ ജീവിക്കുന്ന പൊതുവിടങ്ങളിൽ ഒരിക്കലുമല്ല. നമ്മൾക്ക് കോളനികളുടെ പേര് മാറ്റാമെന്ന് ഒരു മിനിസ്റ്റർക്ക് പറയാൻ എളുപ്പമായിരിക്കും. അതായത് ഞാൻ വരുന്നത് എവിടെ നിന്നാണെന്ന് എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാൽപ്പാതി എന്നുള്ള ഉന്നതിയിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏത് ഉന്നതിയിൽ നിന്ന് വരുന്നു എന്നായിരിക്കും എന്നോട് തിരിച്ചു ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്തെ പല പ്രമുഖരായ ആൾക്കാരും പറയുന്നത് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മതി, അല്ലെങ്കിൽ ഉന്നതനായിട്ട് ജനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ വരുന്നത് ഐ എം ബിലോങ്ങിങ് ടു ദി കോളനി. ഏതാണ് ഉന്നതി? നാൽപ്പാതി എന്നുള്ളതായിരുന്നു. നാൽപ്പാതി എന്ന് പറയുന്ന ഒരു റെയിൽവേ കോളനിയാണ്. ഇനി ഈ കോളനികളുടെ ഒരു ഫോർമേഷനെ കുറിച്ച് പരിശോധിച്ചാൽ 1919 കേരളത്തിലെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കൊച്ചിൻ സ്റ്റേറ്റിനകത്താണ് ആദ്യത്തെ ദലിത് കോളനി വരുന്നത്, ചാലക്കുടി പുലയ ദലിത് കോളനി എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുൻപ് 1915-നും 17-നും ഇടയ്ക്ക് പൊയ്കയിൽ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമ ഫലമായി ഇരവിപേരൂരും അമരാപുരത്തും അദ്ദേഹത്തെ ഉഴിയവേല ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള ആൾക്കാർ അദ്ദേഹവും കൂടി മുണ്ടക്കയം ശ്രാമ്പി എസ്റ്റേറ്റിനകത്ത് ഉഴിയവേല ചെയ്തുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അമരാപുരത്തെ 55 ഏക്കർ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയങ്ങളിലുള്ള കോളനികളുടെ ഡെവലപ്മെൻറ്റ് പോളിസികളുടെ ഒരു മറുവശം കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോളനികളെന്ന് പറയുന്ന അദ്ദേഹം ഇത് സ്ഥാപിക്കുന്ന സമയത്ത് 55 ഏക്കറിനകത്ത് പല സമൂഹങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സബ് കാസ്റ്റിനെ ഒന്നും നോൽക്കാതെ കൊണ്ടുവന്നിട്ടുള്ള കമ്മ്യൂണിറ്റികളായിരുന്നു ഈ കോളനികളിലുണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥാപിച്ചത് അവിടെ ഒരു തൊഴിൽശാല സ്ഥാപിച്ചു, പിന്നീട് ഒരു സ്കൂൾ സ്ഥാപിക്കുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ഥാപിക്കുന്നു. ഈ തൊഴിൽശാലകളിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ പരിശീലിപ്പിക്കുവാൻ നെയ്യാറ്റിൻകരയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് റീസെറ്റിൽ ചെയ്യിക്കുന്നു. അതായത് ഒരേ സമയം അവിടെ നടക്കുന്നത് ഒരു വലിയ മൈഗ്രേഷനും അതേസമയം ഒരു കൾച്ചറൽ ഫോർമേഷനും ഒരു സാമ്പത്തിക രൂപീകരണവുമായിരുന്നു നടന്നിരുന്നത്. എന്നാൽ നമ്മൾ കാണുന്ന 1917 കോളനികളിൽ നിന്നും നമ്മൾ കണ്ടംപററിയിലേക്ക് വരുമ്പം 1970-കൾക്ക് ശേഷമുള്ള ലാൻഡ് റിഫോർമേഷൻ ആക്ടിന് ശേഷമുള്ള കോളനികൾ നമ്മൾ കാണുമ്പോൾ കാണുന്നത് നമ്മൾ പോകുന്നത് 2.5 സെൻറ്റിലേക്കുള്ള ജാതി കോളനികളിലേക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് കുടിയിൽ നിന്നും കോളനിയിലേക്കുള്ള ഒരു കാസ്റ്റ് ട്രാൻസ്ഫോർമേഷനെ കാസ്റ്റ് കോളനി ഇതായിരുന്നു നമ്മൾ കാണുന്നത്. ഇനി ഈ കാസ്റ്റ് കോളനികളിലെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. കാസ്റ്റ് കോളനിയിലെ സെൻസസ് പ്രകാരമുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു താരതമ്യേന പഠനമാണ്. ലാൻഡിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു ശരാശരി ഒരു സമൂഹത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദലിത് ആദിവാസിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ദലിത് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിനും 5 സെൻറ്റിനും ഇടയിൽ മാത്രമാണ്. ഇനി രണ്ടാമത് അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ റൈറ്റ്സിനകത്തേക്ക് വന്നാൽ കേരളത്തിലെ ദലിത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 33 ലക്ഷം പോപ്പുലേഷനാണ് വരുന്നത്. ഇതിൽ 23 ലക്ഷവും ജീവിക്കുന്നത് ദലിത് കോളനികളാണെന്ന് പറഞ്ഞാൽ ഡു യു ബിലീവ്? ഇതാണ് കേരളത്തിലെ ദലിത് സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ദലിതർ ജീവിക്കുന്ന ലീവ്ഡ് സ്പേസിൻ്റെ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെയാണ് ദലിത് കോളനികളുടെ നെയിം മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് അവർ നിലനിൽക്കുന്ന അവർ ഫേസ് ചെയ്യുന്ന സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും ഫേസ് ചെയ്യപ്പെടുന്ന എല്ലാ സ്റ്റാറ്റസിനെയും നിലനിർത്തിക്കൊണ്ട് ഈ ഒരു ഒരു നെയിം ചേഞ്ചിങ് സെറിമണി എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ നടപ്പാക്കിയതെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഈക്വൽ റൈറ്റ്സ്, ഇക്വാളിറ്റി, എങ്ങനെയാണ് നമുക്കിത് വേണ്ടത് എന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ
ദലിത് കോളനികളെ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ലീവ്ഡ് എക്സ്പീരിയൻസിലെ ഈക്വൽ റൈറ്റ്സിനെ നടപ്പാക്കാൻ സാധിക്കാതെ നമ്മൾക്ക് എങ്ങനെയാണ് ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇക്വാളിറ്റി റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ സദസ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി കോളനികൾക്കകത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു കണക്ക് പറയാം. ഞാൻ ജനിച്ച 40 കോളനികൾക്കകത്തുനിന്നും 20 വർഷങ്ങൾക്ക് ശേഷം ഒരു കറക്റ്റ് ഒരു ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ 22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു കുട്ടിയെ കണ്ടെത്തുകയാണ്. അനു സണ്ണി എന്നാണ് പേര്. വെരി എന്താ പറയുന്നത്, എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു കുട്ടി. കഴിഞ്ഞ ഇയറിൽ അവൾ JRF ഹോൾഡ് ചെയ്തു. അതായത് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കോളനിക്കകത്തുനിന്നും ഒരു കുട്ടി ഒരു ഹയർ എഡ്യൂക്കേഷനകത്തേക്ക് വരുന്നത്. താരതമ്യേന എല്ലാ കോളനികളുടെയും റിയാലിറ്റി ഇതാണ്. കൃത്യമായ കണക്കുകളോട് കൂടിയാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈക്വൽ റൈറ്റ്സ് പ്രവർത്തിക്കുന്നതെന്നും ഈ ഡെമോക്രാറ്റിക് സ്പേസിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവേണ്ടതെന്നുമാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഇനി ഒരു അക്കാഡമിക്കൽ കണക്കിലകത്തേക്ക് ഞാൻ പോകാം. അക്കാഡമിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിയറി ബോദിയോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ്, ഇദ്ദേഹം പറയുന്ന ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, ഒരു മെത്തഡോളജിക്കൽ വേ. ഇതിനകത്ത് നിന്നുകൊണ്ട് ദലിത് കോളനികളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് സോഷ്യൽ ക്യാപിറ്റൽ, ഇക്കണോമിക് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ ആൻഡ് എംബഡഡ് ക്യാപിറ്റൽ, ഒരു പ്രതീകാത്മകമായ ഒരു മൂലധനം. ഇതിൽ നമ്മൾക്ക് സോഷ്യൽ ക്യാപിറ്റലിനെ പരിശോധിക്കാം. ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിക്കകത്തു നിന്നും ഏറ്റവും ഹയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ അവർ ഹെറിഡിറ്ററി ആയിട്ട് ഇൻഹറൻ്റായിട്ട് അവർ ആർജിച്ചെടുക്കുന്ന അവരുടെ ലാൻഡ് ഉണ്ടാവാം. ലാൻഡ് എന്ന് പറയുന്നത് കേവലം ഒരു അസറ്റ് അല്ല, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ അസറ്റ്. ആ പൊളിറ്റിക്കൽ അസറ്റിൽ നിന്നുകൊണ്ട് അവർ എഡ്യൂക്കേഷനെ എടുക്കുന്നു, മറ്റ് സോഷ്യൽ പവറിനകത്തേക്ക് പോകുന്നു, പൊളിറ്റിക്കൽ പവറിനകത്തേക്ക് പോകുന്നു. ഇതൊരു സോഷ്യൽ ക്യാപിറ്റലിൻ്റെ വശമാണ്. ഇനിയും അതിനകത്ത് നിലനിൽക്കുന്ന ദലിത് കമ്മ്യൂണിറ്റികൾ ഈ സോഷ്യൽ ക്യാപിറ്റലൊന്നും അച്ചീവ് ചെയ്യാതെ അവരവരുടെ കാസ്റ്റിനകത്തെ ഇനീക്വാളിറ്റീസിനകത്തും ഈക്വലി കിട്ടാത്ത റൈറ്റ്സിനകത്തും കിടന്നുകൊണ്ട് ആരോടും സംസാരിക്കാൻ പറ്റാതെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പോലും എടുക്കാൻ പറ്റാതെ ഫേസ് ചെയ്ത് ജീവിക്കുകയാണ്. ഇനി സോഷ്യൽ ക്യാപിറ്റലിൽ ജീവിക്കുന്ന മനുഷ്യർ കൾച്ചറൽ ക്യാപിറ്റലിലേക്ക് മൂവ് ചെയ്തു പോവുകയാണ്. അവർ എടുക്കുന്നത് അവരുടെ എഡ്യൂക്കേഷനാണ് കൾച്ചറൽ ക്യാപിറ്റലായിട്ട് എടുക്കുന്നത്. കാര്യം അതാണ് ദർ ഇസ് എ വേ. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന എഡ്യൂക്കേഷനാണ് ദലിതരെ സംബന്ധിച്ച്. ഈ കൾച്ചറൽ ക്യാപിറ്റലിനെ അവർ ഏൺ ചെയ്തുകൊണ്ട് അവർ പോകുന്നത് നേരെ മൂവ് ചെയ്യുന്നത് ഇക്കണോമിക് ക്യാപിറ്റലിനകത്തേക്കാണ്. ഇനി ഇക്കണോമിക് ക്യാപിറ്റൽ എല്ലാവരും ഏൺ ചെയ്തു, പക്ഷേ അവർക്ക് സോഷ്യൽ ക്യാപിറ്റലിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ജാതി എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരമൊരു ക്യാപിറ്റലിനകത്ത് നിന്നുകൊണ്ട് ദലിത് സമുദായങ്ങൾ എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് മാത്രമേ ഈക്വൽ റൈറ്റ്സിനകത്തേക്കും ഇക്വാളിറ്റിക്കകത്തേക്കും ഇനീക്വാളിറ്റീസിനെ സംസാരിച്ചുകൊണ്ട് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭീം.